കൂട്ടിക്കൽ വിസ തട്ടിപ്പ് കേസിലെ പ്രതി അനീഷ് ഉമ്മർ 1 കോടി രൂപയിലധികം തട്ടിയതായി പ്രാഥമിക വിവരം ലഭിച്ചതായി മുണ്ടക്കയം CI സജീവ് കുമാർ JS പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇതിൽ അന്വേഷണം നടക്കുകയാണെന്ന് മുണ്ടക്കയം CI അറിയിച്ചു. വിദേശ രാജ്യങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്നും 3 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ തട്ടിയ സംഭവത്തിലെ പ്രതി അനീഷ് ഉമ്മറിനെ കോഴിക്കോട് നിന്നാണ് മുണ്ടക്കയം CI സജീവ കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. അനീഷ് ഉമ്മറിന്റെ ഉടമസ്ഥതയിലുള്ള ഓർക്കിഡ് കൺസൾട്ടൻസി കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി തുറക്കാതെ വന്നതോടെയാണ് തട്ടിപ്പിന്റെ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് തട്ടിപ്പിനിരയായ നിരവധി ആളുകളാണ് അനീഷ് ഉമ്മറിനെ അന്വേഷിച്ച് കൂട്ടിക്കൽ എത്തിയത്. മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിൽ മാത്രം 17ഓളം പരാതികൾ ലഭിച്ചിട്ടുള്ളതായാണ് പോലീസ് പറയുന്നത്. കൂട്ടിക്കൽ ഓർക്കിഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ കൺസൾട്ടൻസി സ്ഥാപനത്തിലൂടെ നിരവധി ആളുകളെ പറ്റിച്ച ആളാണ് അനീഷ് ഉമ്മർ എന്ന് പറയുന്നത്. ഇവിടെ 5 കേസുകൾ നമ്മുടെ സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഉടനീളം പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് കേസുകൾ ആൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആൾ കോഴിക്കോടുണ്ടെന്നുള്ളൊരു രഹസ്യവിവരം കിട്ടി നമ്മുടെ പാർട്ടി കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ആളെ അറസ്റ്റ് ചെയ്തു. ഇന്ന് തന്നെ കോടതി ഹാജരാക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തില്ല, എന്നാലും 1ലധികം കോടികളുടെ എമൗണ്ട് പറയുന്നു. 17ഓളം കേസുകൾ ഉള്ളതായിട്ടാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുപ്രതികൾ ഉണ്ടോ എന്നുള്ളത് കാര്യം അത് ആളുടെ കുറ്റസമ്മതം മൊഴിയും തുടരന്വേഷണത്തിലൂടെ മറ്റു പ്രതികളുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ പറ്റും. എന്തായാലും അന്വേഷണം തുടരുകയാണ്. ഇന്ന് തന്നെ കോടതി ഹാജരാക്കും. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിന് ശേഷം കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാകുകയുള്ളൂ. മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിൽ തട്ടിപ്പിനിരയായ നിരവധി പരാതിക്കാരാണ് എത്തി നിൽക്കുന്നത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.